നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വിവോയുടെ ഏറ്റവും പുതിയ സീരീസ് ആയിട്ടുള്ള വിവോയുടെ V30 ആൻഡ് V30 Pro എന്ന് പറയുന്ന ഫോണാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അതിൽ V30 Pro ആണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഈ ഒരു V30 Proയും അതുപോലെ V30ലോട്ടും വരുമ്പോൾ 3 ഡിസൈനുകളാണ് വരുന്നത്. അതായത് അതിൻ്റെ കളർ വേരിയൻറ്റ് ആൻഡമാൻ ബ്ലൂ, ക്ലാസിക് ബ്ലാക്ക്, അതുപോലെ പീക്കോ ഗ്രീൻ എന്ന് പറയുന്ന 3 കളറുകളിലാണ് കിട്ടുന്നത്. അതിൽ പീക്കോ ഗ്രീൻ എന്ന് പറയുന്നത് V30ക്ക് മാത്രമുള്ളതാണ്. ബാക്കി V30 Proയ്ക്ക് വരുന്നത് 2 കളറുകളാണ്, ആൻഡമാൻ ബ്ലൂവും ക്ലാസിക് ബ്ലാക്കും. അതിൽ ആൻഡമാൻ ബ്ലൂ എന്ന് പറയുന്ന കളർ വേരിയൻ്റാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് 8GB RAM വേരിയൻ്റ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും സ്ലിമ്മസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോണാണ് ഈ ഒരു വിവോയുടെ V30 എന്ന് പറയുന്നത്. 2 ഫോണിനും ഒരേ തിക്നെസ് ആണ് വരുന്നത്. 7.45 mm തിക്നെസ്സും 186 ഗ്രാം വെയിറ്റ് ആണ് V30ക്ക് വരുന്നത്. V30 Proയിലോട്ട് വരുമ്പോൾ 188 ഗ്രാമാണ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ ഒരു ഡിസൈൻ വെയ്റ്റ്സിലോട്ട് വരികയാണെങ്കിൽ സ്കോട്ടഡ് ആൽഫ ഗ്ലാസ് ആണ് ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ബ്രേക്ക് റെസിസ്റ്റൻറ്റുമാണ്, അതുപോലെ സ്ക്രാച്ച് റെസിസ്റ്റൻറ്റ് ഗ്ലാസ്സുമാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതുപോലെ കോർണറുകളിലെല്ലാം അലുമിനിയം കോട്ടഡ് അലോയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ക്രാച്ച് ആവില്ല. അതുപോലെ ക്യാമറയുടെ ബീഡിങ്ങിൽ ലേശം വലിപ്പ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ക്യാമറയുടെ ബാക്ക് ഗ്ലാസും സ്ക്രാച്ച് ആകാൻ സാധ്യതയില്ല. ഡിസ്പ്ലേയിലോട്ട് വരികയാണെങ്കിൽ V30ക്കും V30 Proയ്ക്കും സെയിം സൈസും സെയിം റിഫ്രഷ് റേറ്റും എല്ലാം ആണ് വന്നിരിക്കുന്നത്. 6.78 ഇഞ്ച് വരുന്ന 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന 1.7 ബില്യൺ കളർ ആക്യുറസി ഉള്ള ഒരു 1.5Kയുടെ ഒരു ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. 2800 പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. 2 ഡിസ്പ്ലേക്കും കളർ ആക്യുറസിയും കളർ ബ്രൈറ്റ്നസും റിഫ്രഷ് റേറ്റും പീക്ക് ബ്രൈറ്റ്നസും എല്ലാം സെയിം തന്നെയാണ്. ഡിസ്പ്ലേയുടെ സൈസിൽ 2 മോഡലിലും ചേഞ്ചുകൾ വരുന്നില്ല. ക്യാമറയിലോട്ട് വരികയാണെങ്കിൽ വിവോയുടെ V30 Proയിൽ വന്നിരിക്കുന്ന സൈസിൻ്റെ ഒരു ലെൻസിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. അതായത് നമ്മൾ ഈ ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള X100 സീരീസിലേക്ക് കണ്ടിട്ടുള്ള ആ ഒരു സൈസിൻ്റെ ലോഗോ V30 Proയിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു ലെൻസിൻ്റെ ഒരു ക്വാളിറ്റിയും കൂടി നമുക്ക് V30 Proയിലായി കിട്ടും. V30 Proയിൽ വരുന്ന 50 മെഗാപിക്സൽ വീതമുള്ള ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. 50 മെഗാപിക്സലിൻ്റെ പോർട്രേറ്റീവ് ക്യാമറ, അത് സോണി IMX1816 ആണ് സെൻസർ വരുന്നത്. 50 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ 119 ഡിഗ്രിയാണ് അതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത്. 50 മെഗാപിക്സലിൻ്റെ സോണി IMX920 എന്ന് പറയുന്ന സെൻസറാണ് വന്നിരിക്കുന്നത്. വിത്ത് OISൻ്റെ സപ്പോർട്ടിങ് എല്ലാം വരുന്നുണ്ട്. അത് പ്രൊസസറിനെ പറ്റി പറയുകയാണെങ്കിൽ V30 Proയിൽ വന്നിരിക്കുന്നത് നമുക്ക് മീഡിയ ടെക്കിൻ്റെ 8200 എന്ന് പറഞ്ഞ് വിവോ V29 Proയിൽ കണ്ട സെയിം പ്രൊസസർ തന്നെയാണ് വന്നിരിക്കുന്നത്. കുറച്ചും കൂടി ഒരു ഹൈപ്പർ എഞ്ചിൻ 6.0 ഒക്കെ വരുന്ന ഒരു 4nm പ്രൊസസറാണ് വന്നിരിക്കുന്നത്. 5000 mAh ബാറ്ററി, 80 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ VCC, അതായത് വേപ്പർ ചേമ്പർ കൂളിംഗ് ടെക്നോളജിയൊക്കെ വന്നിട്ടുണ്ട് ഇതിലും. അതുപോലെ തന്നെ V30ലോട്ട് വരികയാണെങ്കിൽ സ്നാപ്ഡ്രാഗണിൻ്റെ 7 Gen 3 എന്ന് പറയുന്ന പുതിയൊരു പ്രോസസ്സറാണ് വന്നിരിക്കുന്നത്. 7 Gen 3 4nm ടെക്നോളജിയിൽ വരുന്ന ഒരു പ്രോസസ്സറാണ്. പഴയ 7 Gen 2 കഴിഞ്ഞ് 9% പവർ കൺസപ്ഷൻ കുറവ് മാത്രമേ എടുക്കുള്ളൂ. അതുപോലെ തന്നെ 8 ലക്ഷത്തിന് മുകളിൽ ആൻഡ്രോയിഡ് സ്കോർ വരുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിൻ്റെ ഒരു പ്രൈസ് വേരിയൻ്റ് ആണ്. എന്തായാലും ഇതിൻ്റെ ഒരു 8GB RAM വേരിയൻ്റ് ബേസിക് ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ പ്രോ വേരിയൻറ്റ് വളരെ കുറച്ച് മാത്രമേ യൂണിറ്റ് ഉണ്ടാവുള്ളൂ. V30 കൂടുതൽ യൂണിറ്റുകൾ ഉണ്ടാകുക. ഇതിൻ്റെ ഒരു പ്രൈസ് എന്തായാലും ഒരു കൺഫേം അല്ല, കാരണം ഇത് ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടില്ല. ലോഞ്ച് ആയെങ്കിൽ മാത്രമേ ഒരു പ്രൈസ് പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഒരു 30നും 40നും ഇടയിലായിട്ടായിരിക്കും V30യും V30 Proയും വരിക. ആ ഒരു റേഞ്ചിലായിരിക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എങ്ങനെയുണ്ട്, V30 എങ്ങനെയുണ്ട്, അതുപോലെ V30 Pro എങ്ങനെയുണ്ട്, അതുപോലെ ഏകദേശം പ്രൈസ് റേഞ്ചൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്തിടാവുന്നതാണ്. അതുപോലെ ഞാൻ ഇതിൽ ലോഞ്ചിന് പോയപ്പോൾ 1-2 ചുമ്മാ എടുത്ത ഒരു ജസ്റ്റ് ഫോട്ടോ എന്ന രീതിയിൽ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് ഇതിൻ്റെ യഥാർത്ഥ ക്യാമറ കൊണ്ട് എടുത്ത് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ എന്ന രീതിയിലൊന്നും എടുത്തതല്ല, ഞാൻ ജസ്റ്റ് ക്ലിക്ക് എന്ന രീതിയിൽ എടുത്തത് മാത്രമാണ്. ജസ്റ്റ് V30 എടുത്ത ഷോട്ട് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം എടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇത് കമ്പയർ ചെയ്യാൻ വേണ്ടി എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് നോർമലായിട്ട് എടുത്ത ഒരു ഫോട്ടോ മാത്രമാണിത്. അതും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള വീഡിയോ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ V30 Pro V30 കിഡ്ലൻ ഫോണായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നല്ലൊരു എന്താ പറയുക, അത്യാവശ്യം നല്ലൊരു സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറും അതുപോലെ മീഡിയ ടെക്കിൻ്റെ ആയാലും നല്ല പ്രോസസ്സറും നല്ല സ്മൂത്ത് യൂസറാണ് ഞാൻ നോക്കിയിട്ട് യൂസ് ചെയ്യാനായിട്ട് നോക്കിയിട്ട് കാണാം. വളരെ സ്മൂത്ത് ആയിട്ടുള്ള നല്ല ഡിസ്പ്ലേ ആണ്, കർവഡ് ഡിസ്പ്ലേയിലാണ് കിട്ടുന്നുണ്ട്. എന്തായാലും വരട്ടെ, ലോഞ്ച് ചെയ്തെങ്കിൽ മാത്രമേ അതിൻ്റെ ബാക്കി കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ വീഡിയോസും അതുപോലെ ക്യാമറ സാമ്പിളുകളും ആഡ് ചെയ്യുന്നതായിരിക്കും.